Hi friends, this is സിദ്ധാർത്ഥ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലും കോലാഹലങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സിനിമാ നടിയാണ്, അവതാരകയാണ്, CPM നേതാവിൻ്റെ മോളാണ്, ദേശാഭിമാനിയിലെ ജോലിയെടുക്കുന്ന നേതാവിൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പറഞ്ഞു. ഉടനെ തന്നെ കോലാഹലങ്ങളായി, പ്രകടനമായി, കല്ലേറായി, ബഹളായി, ഓഫീസ് പിക്കറ്റിംഗായി, കോലം കത്തിക്കലായി. നമ്മുടെ നാട്ടിലൊരു പുതിയ ട്രെൻഡ് അതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബഹളങ്ങളായി, അയാളുടെ സ്ഥാനമാനങ്ങളെല്ലാം രാജിവെപ്പിച്ച് കഴിഞ്ഞ കലാസ് കഴിഞ്ഞ പരിപാടി. ഇവിടെയും ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനമാനങ്ങളൊക്കെ രാജിവെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്തു. അത് പറ്റില്ല. MLA സ്ഥാനം രാജിവെച്ചേ പറ്റില്ല. അപ്പോൾ പൊതുജനം അവരിതെല്ലാം കേൾക്കുകയാണല്ലോ. മുകേഷ് എന്ന വില്ലൻ, ഇദ്ദേഹം പീഡന പരാതി ഉണ്ടായിട്ടും രാജിവെക്കാതിരിക്കുക. അപ്പോൾ പാർട്ടിയും പറഞ്ഞ് രാജിവെക്കണ്ടെന്ന് പറഞ്ഞു. കാരണം പാർട്ടിക്കാരനായി കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി, അദ്ദേഹത്തിനെതിരെ പരാതി വന്ന് യാതൊരു നടപടിയെടുത്തിട്ടില്ല. PK ശശി, നമ്മുടെ പാലക്കാട്, പുള്ളിക്കാരനെതിരെ പീഡന പരാതി, പാർട്ടിയുടെ അതുപോലെ തന്നെ സഹകരണ ബാങ്ക് തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ്, ഇതെല്ലാം വന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ട് എന്ത് ചെയ്തു? നേരെ KTDC ചെയർമാനാക്കി. 100 കണക്കിന് പരാതിയാണ്. ഈ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലും പീഡന പരാതി ഇല്ലാത്ത ഒരു ദിവസം പോയില്ല. എല്ലാ ദിവസവും പീഡന പരാതി. CPM നടപടി എടുക്കില്ല. അത് വന്നടുത്ത് വെച്ച് കാണാമെന്നാ പറയാം. ആയിക്കോട്ടെ, വരട്ടെ, നമുക്ക് നോക്കാന്നേ, വരട്ടെ. അപ്പോൾ മിനിയാന്നത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ഈ കാര്യം ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു അയാൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു. ഉടനെ തന്നെ പോലീസ് ഉടനെ തന്നെ നടപടിയെടുത്തു. അപ്പോഴാണ് നിയമോപദേശം കിട്ടിയത്. ഈ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ പരാതി വേണ്ടേ, അല്ലേ? ഒരു പരാതി ഇല്ലാതെ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ഒന്നും പറ്റില്ലല്ലോ. സംഗതി ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അപ്പോൾ ആലോചിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ ആരൊക്കെയാണ് പരാതി പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെയൊക്കെ വീട്ടിൽ പോയി അവരുടെ കയ്യിൽ നിന്നും പരാതി എഴുതി വാങ്ങുക. എഴുതി വാങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്യാം, കോടതിയിൽ ഹാജരാക്കാം, കേസെടുക്കാം. ഇതാണ്. അപ്പം ഈ നിമിഷം വരെ ഇവരാരും പരാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു യുവ നേതാവിനെ എങ്ങനെയൊക്കെ ഒതുക്കാം, ഇവൻ്റെ ഭാവി എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നതാണ് ഈ ആലോചിക്കുന്നത്. അവിടെ പീഡന പരമ്പര നടന്ന് ഇവരെല്ലാവരും വിലസിക്കൊണ്ടിരിക്കുക. അതിലിടയ്ക്ക് ഒരു തമാശ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ CPM സ്റ്റേറ്റ് സെക്രട്ടറിയോട് പത്രക്കാർ ചോദിച്ചു, ഈ പീഡന വിവരം വന്നപ്പോൾ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണില്ലേ ചോദിച്ചു. അപ്പോൾ പത്രക്കാരോട് അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. എല്ലാവരെയും പുറത്താക്കി കഴിഞ്ഞാൽ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു പോയിട്ട്. എല്ലാവരും പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് എങ്ങനെയുണ്ട്? അതിലൊരു കാര്യമുണ്ട്. കാരണം ഇനിയിപ്പോൾ അഥവാ വല്ലാതെ കോലാഹലം നടക്കുകയാണെങ്കിൽ പരാതി എടുത്ത് 1-2 മാസം കഴിഞ്ഞ് അയാളങ്ങ് തിരിച്ചെടുക്കും. ഇവിടെ എറണാകുളത്ത് CPMൻ്റെ
ഓഫീസ് ലെനിൻ സെൻ്റർ ആണല്ലോ CPM-ൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ അദ്ദേഹം മേലൊരു മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് വരും. ഈ ഗേൾ ഫ്രണ്ട് വക്കീലാണ്. ഗേൾ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരവിടെ പല ഡിസ്കഷനാണ് മേലെ റൂമിൽ. സഖാക്കൾക്ക് ഒരെണ്ണത്തിനും ധൈര്യമില്ല. സംഗതി ഇത് പുറത്തു പറയാനോ ഈ നടപടിയെടുക്കാനൊന്നും ഇവർക്ക് ആർക്കും ധൈര്യമില്ല. അവസാനം ഇവരെങ്ങനെയോ സിംഗപ്പൂരിൽ നിന്നോ മറ്റോ ഒരു ഒളി ക്യാമറ കൊണ്ടുവന്നു സംഗതി ഷൂട്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും ഊരിപ്പോവാൻ പറ്റാതെ, കാരണം പ്രൂഫ് സഹിതമാണ് പിടിച്ചത്. അങ്ങനെ അയാളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ആ ആളാണ് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ചെയർമാൻ. മനസ്സിലായില്ലേ? ഒരു കാലത്ത് പാർട്ടിയിൽ നിന്ന് പോയാലും അയാൾക്ക് മറ്റൊരു രീതിയിൽ ഉന്നത സ്ഥാനത്തിലേക്ക് അയാൾ വരുന്നുള്ളതാണ്. പീഡന പരമ്പര. മനസ്സിലായില്ലേ? പണ്ടിതുപോലൊരു ഗർഭക്കേസ് വന്നു. പാർട്ടിക്ക് പരാതി കൊടുത്തു. പാർട്ടി അന്വേഷിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഗർഭമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.